കാലാവസ്ഥ നിങ്ങൾക്കറിയാം. മ്യൂസിയത്തിലെ അന്തരീക്ഷമൊക്കെ നിങ്ങളൊന്ന് കണ്ടോളൂ. മഴയുടെ അന്തരീക്ഷമാണ്. ഏത് സമയത്തും മഴ പെയ്യാം എന്നുള്ള രീതിയിലുള്ളൊരവസ്ഥയാണ്. വേനൽ മഴയാണ്, നിങ്ങൾക്കറിയാം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ തീരമേഖല ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് കൂടി കാലാവസ്ഥ മുന്നറിയിപ്പ് വരുന്നുണ്ട്. നമ്മുടെ കാലാവസ്ഥാ നിരീക്ഷകരും കൂടിയായ അലക്സ് റാം മുഹമ്മദ് തത്സമയം തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നു. അലക്സ്, ഗുഡ് മോർണിംഗ്. അലക്സ്, എന്താണ് നമ്മുടെ ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം? ഇന്ന് അത്യാവശ്യം നല്ല മഴ പെയ്യാൻ സാധ്യതയുണ്ടല്ലോ, പ്രത്യേകിച്ച് തെക്കൻ തിരുവിതാംകൂറിലാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഇന്ന് മഴയുള്ളത്. വടക്കൻ കേരളത്തിൽ എന്താണ് അവസ്ഥ? തീർച്ചയായും സംസ്ഥാനത്ത് വേനൽ മഴ തുടരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. ഒപ്പം ഒരു ട്രാൻസിഷൻ കൂടെ നടക്കുന്നുണ്ട്. അതായത് വേനൽ മഴയിൽ നിന്ന് കാലവർഷത്തിലേക്കുള്ള ഒരു ചേഞ്ചാണ് ഈ ദിവസങ്ങളിൽ നടക്കുന്നത്. 26 സംസ്ഥാനത്ത് കാലവർഷം എത്തിച്ചേരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രാഥമിക പ്രവചനത്തിലുള്ളത്. ഒരുപക്ഷെ 3-4 ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ അത് മാറാനും സാധ്യതയുണ്ട്. ആ പ്രവചനം അങ്ങനെയാണ്. 9 ജില്ലകളിൽ ഇന്ന് യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതായത് ശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 7 മുതൽ 11 സെൻറ്റിമീറ്റർ വരെ മഴ ഈ ജില്ലകളിൽ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഈ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. മണിക്കൂറിൽ പരമാവധി 50 കിലോമീറ്റർ വരെ വേഗതയിലൊക്കെ കാറ്റിന് സാധ്യതയുണ്ട്. ഒപ്പം ഇടിമിന്നലിനും സാധ്യതയുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. ഒപ്പം പ്രധാനപ്പെട്ട കാര്യം, മലയോര മേഖലയിൽ മഴ കനക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അവിടെ പ്രത്യേക ശ്രദ്ധ ഈ ഘട്ടത്തിൽ പൊതുജനങ്ങൾ പുലർത്തണം. ഒപ്പം തീരവുമായി ബന്ധപ്പെട്ടും പ്രധാനപ്പെട്ട ജാഗ്രതാ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. അത് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും അറിയിക്കുന്നത്. ഉയർന്ന തിരമാല ഏതാണ്ട് 1 മീറ്റർ വരെയൊക്കെ ഉയരത്തിൽ തിരമാല ഉണ്ടാകാനും സാധ്യതയുണ്ട്. കടൽക്ഷോഭത്തിനും കടലേറ്റത്തിനുമൊക്കെ ആ മേഖലയിൽ സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും കൂടി ജാഗ്രത പാലിക്കണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ നേരത്തെ സൂചിപ്പിച്ചു, വടക്കൻ കേരളത്തിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ മലയോര മേഖലയിൽ മഴ ശക്തമാകാനുള്ള സാധ്യതയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.